നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. യഹൂദ രാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരൂശലേമിലേക്ക് വന്നതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യഹോയാക്കീമിനെയും ദേവാലയത്തിന്റെ പാത്രങ്ങളിൽ ചിലതിനെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തന്റെ ദേവന്റെ ഭണ്ഡാര ഗൃഹത്തിൽ വെച്ചു. അനന്തരം രാജാവ് തന്റെ ഷണന്മാരിൽ പ്രധാനിയായ അശ്പനാസിനോട് ഇസ്രായേൽ മക്കളിൽ രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗം ഇല്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥന്മാരും വിദ്യാ പരിജ്ഞാനികളും രാജധാനിയിൽ പരിപാലിപ്പാൻ യോഗ്യന്മാരുമായ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദേറുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിപ്പാനും കൽപ്പിച്ചു. രാജാവ് അവർക്ക് രാജഭോജനത്തിൽ നിന്നും താൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്നും നിത്യവൃത്തി നിയമിച്ചു. ഇങ്ങനെ അവരെ 3 സംവത്സരം വളർത്തിയിട്ട് അവർ രാജസന്നിധിയിൽ നിൽക്കണമെന്ന് കൽപ്പിച്ചു. അവരുടെ കൂട്ടത്തിൽ ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നീ യഹൂദപുത്രന്മാർ ഉണ്ടായിരുന്നു. ഷണ്ണാധിപൻ അവർക്ക് പേരിട്ടു. ദാനിയേലിന് അവൻ ബെൽശസ്സർ എന്നും ഹനന്യാവിന് ശദ്രക് എന്നും മീശായേലിന് മേശക്ക് എന്നും അസര്യാവിന് അബേദ്നെഗോ എന്നും പേർ വിളിച്ചു. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുത് എന്ന് ഷണ്ണാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ണാധിപന് മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി. ഷണ്ണാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനായ രാജാവിന് ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തു നോക്കിയാൽ മെലിഞ്ഞ് കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. ദാനിയേലോ ഷണ്ണാധിപൻ ദാനിയേലിനും ഹനന്യാവിനും മീശായേലിനും അസര്യാവിനും വിചാരകനായി നിയമിച്ചിരുന്ന ബെൽശസ്സറിനോട്, അടിയങ്ങളെ 10 ദിവസം പരീക്ഷിച്ചു നോക്കിയാലും അവർ ഞങ്ങൾക്ക് തിന്മാൻ ശാഖപദാർത്ഥവും കുടിപ്പാൻ പച്ചവെള്ളവും തന്നു നോക്കട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒത്തുനോക്കുക. പിന്നെ കാണുന്നത് പോലെ അടിയങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു. 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതിലും അഴകും ഉള്ളതും അവർ മാംസപുഷ്ടി ഉള്ളവരും എന്ന് കണ്ടു. അങ്ങനെ ബെൽശസ്സർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ച കാലം തികഞ്ഞപ്പോൾ ഷണ്ണാധിപൻ അവരെ നെബൂഖദ്നേസറിന്റെ സന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് അവരോട് സംസാരിച്ചാറെ അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർക്ക് തുല്യമായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലായിടവുമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും 10 ഇരട്ടി വിശിഷ്ടരെന്ന് കണ്ടു. ദാനിയേലോ കോരേശ് രാജാവിന്റെ 1-ാം ആണ്ട് വരെ ജീവിച്ചിരുന്നു. യെഹെസ്കേലിനെ പോലെ ബാബേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്ന ബാലന്മാരിൽ ഒരാളായിരുന്നു ദാനിയേല്. ദാനിയേലിന്റെ കൂട്ടുകാരായിരുന്നു ഹനന്യാവ്, മീശായേൽ, അസര്യാവ് എന്നിവർ. യഹൂദരാജാവായ യഹോയാക്കീമിന്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിലായിരുന്നു നെബൂഖദ്നേസർ വന്ന് യെരൂശലേമിനെ നിരോധിച്ചതും കൊള്ളയടിച്ചതും ഇവരെയൊക്കെ ബന്ദികളാക്കി കൊണ്ടുപോയതും. രാജാവ് ഷണ്ണാധിപനായ അശ്പനേസിനോട്,
യൂതന്മാരിൽ രാജസന്തതിയിലും കുലീനന്മാരിലും അംഗഭംഗം ഇല്ലാത്തവരും സുന്ദരന്മാരും ജ്ഞാനികളുമായവരെ രാജധാനിയിലെ ശുശ്രൂഷകൾക്കായി പരിശീലനം നൽകാൻ തിരഞ്ഞെടുക്കാൻ കൽപ്പിച്ചു. അവർക്ക് രാജാവിന്റെ ഭക്ഷണവും വീഞ്ഞും അനുവദിച്ചു. 3 വർഷത്തെ പരിശീലനമായിരുന്നു. ബെൽശസ്സർ ആയിരുന്നു പരിശീലകൻ. ബെൽശസ്സർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിങ്ങനെ ഷണ്ഡാധിപൻ ഇവരുടെ പേര് മാറ്റി. പക്ഷേ ഇവരതിനെ എതിരൊന്നും പറഞ്ഞില്ല. യഹോവയായ ദൈവത്തോട് ബന്ധപ്പെട്ട പേരുകളായിരുന്നു ദാനിയേല്, മീശായേല്, അസരിയാവ്, ഹനന്യാവ് എന്നിങ്ങനെ. എന്നാൽ അത് ഈ ബാബേലിലെ വിഗ്രഹത്തോട് ബന്ധപ്പെട്ട പേരുകളാക്കി അവര് മാറ്റി. അതിനൊന്നും ദാനിയേലും കൂട്ടരും വഴക്ക് പിടിച്ചില്ല. ഞങ്ങളുടെ പേര് മാറ്റരുത്, ഞങ്ങളുടെ പേര് തൊടരുത് എന്നൊന്നും പറഞ്ഞില്ല. അതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. എന്നാൽ ബാബേൽക്കാരുടെ ഭക്ഷണം ഇവർക്ക് നിഷിദ്ധമായിരുന്നു. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവം, അതായത് അശുദ്ധ മൃഗങ്ങളെയോ അശുദ്ധ പക്ഷികളെയോ കഴിക്കാൻ പാടില്ല. മത്സ്യങ്ങളായാലും മാംസമായാലും അതിനകത്ത് നിഷ്കർഷയുണ്ട്. അതുപോലെ വീഞ്ഞ് കുടിക്കാൻ പാടില്ല. വീഞ്ഞ് രാജാവിന്റെ വീഞ്ഞും മദ്യമാണ്. അതുകൊണ്ട് ഷണ്ഡാധിപനോട് ദാനിയേൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം, ഞങ്ങൾക്ക് പച്ചക്കറിയും വെള്ളവും തന്നാൽ മതി. രാജാവ് അനുവദിച്ച ഭക്ഷണത്തിന് മാറ്റം വരുത്തുന്നതിനാൽ ഇവരുടെ മുഖഭാവം ക്ഷീണിച്ചും അവർ മെലിഞ്ഞും കാണപ്പെട്ടാൽ അത് ഷണ്ഡാധിപന് കുറ്റമായിട്ട് വരും. അതുകൊണ്ട് അയാളത് നിഷേധിച്ചു. പക്ഷേ ദാനിയേൽ പറഞ്ഞു, 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് മറ്റുള്ളവരുമായിട്ട് ഒത്തുനോക്കുക എന്ന് ദാനിയേല് ബെൽശസ്സറിനോട് അപേക്ഷിച്ചു. ഏതായാലും അദ്ദേഹം അത് സമ്മതിച്ചു. 10 ദിവസം ശാഖപദാർത്ഥവും വെള്ളവും മാത്രം നൽകി. 10 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റു ബാലന്മാരിൽ നിന്നും അഴകും പുഷ്ടിയും ഉള്ളവരായിട്ട് കണ്ടു. അതുകൊണ്ട് 3 വർഷവും ഇവര് പറഞ്ഞ ഭക്ഷണമാണ് ഇവർക്ക് നൽകിയത്. 3 വർഷം കഴിഞ്ഞ് രാജാവ് വിളിച്ചു ചോദിച്ചപ്പോൾ, അവരെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ, അവര് നിലവിൽ രാജാവിനുള്ള മന്ത്രവാദികളെക്കാളും ദ്വാൻമാരെക്കാളും ശകുനവാദികളെക്കാളും അഭിചാരകന്മാരെക്കാളും ഒക്കെ ജ്ഞാനികളായിട്ട് ഇവര് കാണപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് അവിടെ ഉദ്യോഗം ലഭിക്കാനായിട്ട് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഭക്ഷണത്തെക്കാൾ ദൈവഭക്തി മുറുകെ പിടിച്ചതിനാൽ ബാബേൽ രാജ്യം മൊത്തം ദൈവത്തെ അറിയാൻ ദൈവം ഇവരിലൂടെ ഇടയാക്കി. തീർച്ചയായിട്ടും നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യുവിൻ എന്ന്. സ്വർഗത്തിലെ ദൈവം ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്ലെ പാനീയത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു നിഷ്കർഷ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഗൗരവമായിട്ട് എടുക്കണം. അതൊരു വലിയ കാര്യമായിരിക്കില്ല, ചെറുതായിരിക്കാം. ഏദൻ തോട്ടത്തിൽ ആദാമിനോട് പറഞ്ഞത് ഈ ഒരു പഴം മാത്രം തിന്നരുത് എന്നാണ്. ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ അത് വലിയ ദൈവമാണ് കൽപ്പിച്ചത്. അതുകൊണ്ടാണ് നാം അതിനെ ഗൗരവമായിട്ട് എടുക്കേണ്ടത്. തീർച്ചയായിട്ടും ആളുകൾ ഈ കാലത്തും പറയാറുണ്ട്, തലമുടിയുടെ കാര്യം, അല്ലെങ്കിൽ ആഭരണത്തിന്റെ കാര്യം, അതുപോലെ വസ്ത്രധാരണത്തിന്റെ കാര്യം, വിവാഹത്തിന്റെ കാര്യം, വിവാഹമോചനത്തിന്റെ കാര്യം. അതിലൊക്കെ എന്താ എത്ര തെറ്റ്? അത് മനുഷ്യന് നന്മയായി ഭവിക്കുമെങ്കിൽ അത് നല്ലതല്ലേ? പക്ഷേ ദൈവം വിലക്കിയിട്ടുള്ളത് അത് ചെറുതായാലും വലുതായാലും നമ്മൾ അതിനെ ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കണം. ആ ഒരു തിരിച്ചറിവ് ബാലന്മാരായ ദാനിയേലിനും മീശായേലിനും അസരിയാവിനും ഹനന്യാവിനും ഉണ്ടായി. അതുകൊണ്ട് അവര് ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ, അനേകർക്ക് പ്രയോജനമുള്ള, സർവോപരി ദൈവനാമത്തിന് മഹത്വമുള്ള ജീവിതത്തിന് അവരുടമകളായി തീർന്നു. ഈ ബാലന്മാരിലൂടെ നമുക്ക് ആത്മീയമായ പാഠം പഠിക്കാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.